വീര സവർക്കറിന്റെ അതിപ്രസിദ്ധമായ ചില വാചകങ്ങളുണ്ട്. പ്രസിദ്ധം മാത്രമല്ല, വളരെയധികം പ്രസക്തിയുള്ളതുമാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായി, ഞാൻ മുസ്ലിങ്ങളെ ഭയപ്പെടുന്നില്ല, ഞാൻ ബ്രിട്ടീഷുകാരെ ഒട്ടും ഭയപ്പെടുന്നില്ല, ബട്ട് ഐ ആം എഫ്രൈഡ് ഓഫ് ഹിന്ദുസ്. ഞാൻ ഹിന്ദുക്കളെ ഭയപ്പെടുന്നു. കാരണം ഹിന്ദുക്കൾ ഹിന്ദുയിസത്തിനെതിരെ തന്നെ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ഞാൻ യഥാർത്ഥത്തിൽ ഹിന്ദുക്കളെ ഭയപ്പെടുന്നു എന്ന് വീര സവർക്കർ പറഞ്ഞിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എങ്ങനെയാണ് ഈ ഒരു കോട്ടിനെ, അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രസിദ്ധമായിട്ടുള്ള വാചകങ്ങളെ മനസ്സിലാക്കുന്നത്? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, വീര സവർക്കർ യഥാർത്ഥത്തിൽ വീര സവർക്കർ തന്നെയാണ്. വക്രീകരിച്ച് അദ്ദേഹത്തെ ഷൂ നക്കി എന്നൊക്കെയുള്ള രീതിയിൽ ചിത്രീകരിക്കുകയാണ് പലരും. അങ്ങനെ ചിത്രീകരിക്കേണ്ടതിൻ്റെ ആവശ്യം അവർക്ക് യഥാർത്ഥത്തിലുണ്ട്. കാരണം അവർ കണ്ടിരിക്കുന്ന ഒരു പൊട്ടൻഷ്യൽ ത്രെട്ടാണ്, വളരെ കഴിവുള്ള ഒരു എനിമിയാണ് ഈ വീര സവർക്കർ എന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഈ ഒരു ചരിത്രം മാത്രം നിങ്ങൾ ഈ ഷൂ നക്കി എന്ന് പറയുന്ന വക്രീകരിച്ച ചരിത്രം ഉണ്ടല്ലോ, അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി എന്നാണ് ചിലരുടെ അജണ്ട. അതൊരു കൃത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സാർ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു. ഇപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഈ കോട്ടിൻ്റെ ഈ വാചകങ്ങളുടെ പ്രസക്തി എന്താണ്? അങ്ങനെ ഒരു വാചകം സവർക്കർ പറഞ്ഞതായിട്ട് പോലും ഞാൻ കരുതിയില്ല. കാരണം പറഞ്ഞിട്ടുണ്ട്, അത് സമ്മതിച്ചു. അങ്ങനെ അപ്പോൾ ഒരാളുടെ സ്റ്റേറ്റ്മെൻറ്റ്, ഇപ്പോൾ സവർക്കർ ഓരോ സന്ദർഭത്തിൽ അന്നത്തെ കാലിക പ്രസക്തിയുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും അത്. ഇന്ന് അതിന് എന്തുമാത്രം പ്രസക്തിയുണ്ട് രണ്ടാമത് ആലോചിക്കണം. അദ്ദേഹത്തിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ്റെ ഒരു മൗലികമായ തെറ്റ് കടന്നുകൂടി. സവർക്കറിൽ ആര് പറഞ്ഞെന്ന് പറഞ്ഞാലും ആ മൗലികമായ തെറ്റുണ്ട്. എല്ലാ മതങ്ങളിലും പരസ്പര സംഘടനയുണ്ട്, പിന്നിൽ നിന്ന് കുത്തലുണ്ട് എല്ലാ മതങ്ങളിലും. ഇപ്പം അടുത്ത ദിവസം പോലും നമ്മൾ പിറമാടം എന്ന് പറഞ്ഞ പള്ളി കണ്ടാരാ, ആരൊക്കെ തമ്മിലാണ് പിറമാടം എന്ന് പറഞ്ഞ പള്ളിയിൽ ആര് തമ്മിൽ അടിയുണ്ടായത് കണ്ടായിരുന്നോ? ആൾത്താരെ വെച്ച് അടിയുണ്ടായി. ആര് തമ്മിൽ? പുരോഹിതർ തമ്മിലാണ്. രണ്ട് ക്രൈസ്തവ മതത്തിലെ രണ്ട് കൂട്ടരും കയ്യിൽ ബൈബിളുണ്ട്. ഈ ബൈബിളും പിടിച്ചുകൊണ്ടാണ് അടിയുണ്ടായത്. അത് എല്ലാ മതങ്ങളിലും എല്ലാ കോൺഗ്രിഗേഷനിലും മനുഷ്യർ ഒത്തുകൂടുന്നിടത്തെല്ലാം ഇത്തരം സംഘടനകളുണ്ടാവും. അത് മതത്തിൻ്റെ പേരിലായാലും രാഷ്ട്രീയത്തിൻ്റെ പേരിലായാലും ഉണ്ടാവും. അത് ആ ഒരു രീതിയിലാണ് ഞാൻ അതിനെ എടുക്കുന്നത്. പക്ഷേ സവർക്കറെ അതുമായിട്ട് ബന്ധപ്പെടുത്തി ഷൂ നക്കി എന്നൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ അത് അത്രയും വിവരമില്ലാത്തവനെ പറയുള്ളൂ. അത്രയും ഒട്ടും വിവരമില്ലാത്തവൻ. അവന് സവർക്കറെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ട്. സവർക്കർ ഇവിടെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പ്രവർത്തന ശൈലിയിൽ നിന്നും മാറി സവർക്കർ, എം.എൻ. റോയ്, അനുശീലൻ സമിതി എന്നിങ്ങനെ ഒരു സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗിനെ പോലെ അത്ര ഓപ്പൺ ആയിട്ടില്ലേ പോലും സവർക്കറൊക്കെ കുറേ കൂടെ അഗ്രസീവ് പൊളിറ്റിക്സാണ് പറഞ്ഞത്. അഗ്രസീവ് പൊളിറ്റിക്സിന് ഇവിടെ ഉണർത്തേണ്ട ശക്തി അന്നത്തെ കാലത്ത് എല്ലാ ലോകരാജ്യങ്ങളെല്ലാം, ഇന്ത്യ ഒഴിച്ച് എല്ലാ രാജ്യങ്ങളും മതപരമായ രീതിയിലാണ് ഉണ്ടായിരിക്കുന്നത്. ബ്രിട്ടൻ മതപരമല്ല എന്ന് എപ്പോഴും പറയുന്നവരുണ്ട്. പക്ഷേ ബ്രിട്ടൻ്റെ കാര്യം ആലോചിക്കുക, അടുത്ത കാലം വരെ അയർലൻഡിലും ബ്രിട്ടനുമായിട്ട് എന്നും വെടിവെപ്പായിരുന്നു, ഗറില്ല ആക്രമണങ്ങളായിരുന്നു. ബെൽഫാസ്റ്റിലെ ബോംബ് സ്ഫോടനം ബെയ്റൂട്ടിനേക്കാൾ ഭയങ്കരമായിരുന്നു അവിടെ, അല്ലെ ഗാസേനേക്കാൾ. അപ്പോൾ എല്ലാ മതങ്ങളിലുള്ള രാജ്യങ്ങളും മതപരമായി സംഘടിപ്പിക്കപ്പെട്ട രാജ്യങ്ങളാണ്. ഇന്ത്യ ഒഴിച്ച് ബാക്കി മിക്കവാറും എല്ലാ രാജ്യങ്ങളും മതപരമായി സംഘടിപ്പിക്കപ്പെട്ട രാജ്യങ്ങളാണ്. ഇവിടെ ഇതെടുക്കാം, റഷ്യയെപ്പറ്റി നമ്മളെ ധരിപ്പിച്ചിരിക്കുന്ന തന്നെ പുരോഗമനവാദികൾ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും മതപരമായ മതേതര രാജ്യമാണ്. അതിനു മുമ്പ് റഷ്യ എന്തായിരുന്നു? ക്രൈസ്തവ രാജ്യമായിരുന്നു. ക്രൈസ്തവ മതത്തിൻ്റെ കെയർ ഓഫിലാണ് റഷ്യ രാജ്യമായിട്ട് വന്നത്. അതിനുശേഷം പിന്നെ രണ്ടാം ലോകയുദ്ധത്തിലാണ് തകരുന്നത്. അതുപോലെ ഇവിടെ സവർക്കർ ഈ ഇസ്ലാം മതവും ക്രിസ്ത്യൻ മതവും സംഘടിത മതമാണ് എന്നങ്ങ് വിശ്വസിക്കുന്നു. ഉണ്ട്, അങ്ങനെ തന്നെയാണ്. അതെന്തുകൊണ്ടാണ് സംഘടിതമായത്? സംഘടിത മതമായെന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ നിയന്ത്രണം ഒറ്റയാളിൽ ഒരാളുടെ ഒന്നോ രണ്ടോ പേരിൽ നിർത്താൻ ഉള്ള താല്പര്യം മെയിനായിട്ട്. അതുകൊണ്ട് സംഘടിതമായിട്ട് സൂക്ഷിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ സങ്കുചിതമാവുക. സംഘടിതം എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. സംഘടന എന്ന് വെച്ച് കഴിഞ്ഞാൽ സങ്കുചിതമാവുകയാണോ? സംഘടിതമായെന്ന് പറഞ്ഞാൽ ആർക്കെതിരായിട്ട് സംഘടിപ്പിക്കുന്ന എന്തിനാണ്? സംഘടന എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പർപ്പസ്, ഒരു കോസിന് വേണ്ടി. ആ കോസ് എന്ന് പറയുന്നതിനെ എതിർക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ആയിട്ട് ഏറ്റുമുട്ടലുണ്ടാവും. എങ്ങനെ വ്യക്തമായില്ല. ഒരു സംഘടന ഉണ്ടാക്കുന്നതിനാണ്. ഇപ്പം നമ്മൾ ഫുട്ബോൾ ക്ലബ്ബ് ഉണ്ടാക്കുന്നത് ഫുട്ബോൾ കളിക്കാനാണ് ഉണ്ടാകുന്നത്, അല്ലേ? ആ ഫുട്ബോൾ ക്ലബ്ബ് വേറൊരു ഫുട്ബോൾ ക്ലബ്ബ് ഉണ്ടായാലോ, അല്ലെ വേറൊരു കൂട്ടർ വോളിബോൾ കളിക്കണം എന്ന് പറഞ്ഞാൽ വന്നാലോ, അവിടെ സംഘർഷമായി. സംഘടന എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി സങ്കുചിതമാകരുത്. ഇവിടെ എല്ലാ സംഘടനകളും അങ്ങനത്തെ ഓർഗനൈസ്ഡ് സെമിറ്റിക് പോലത്തെ സംഘടനകൾ എവിടെയെല്ലാം ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം സങ്കുചിത താല്പര്യം ഉണ്ടാകുന്നത്. അതിൽ അപ്പുറം ഇപ്പോൾ ഹിന്ദുമതം അല്ലെങ്കിൽ ഹിന്ദുമതത്തിൻ്റെ കാര്യത്തിൽ, ഇന്ത്യയിലെ കാര്യത്തിൽ വീര സവർക്കറൊക്കെ ഉയർത്തിപ്പിടിച്ചത് അന്നത്തെ കാലത്ത് ഇന്ത്യക്ക് ഫൈറ്റ് ചെയ്യണമെങ്കിൽ അന്നത്തെ ലോകത്തെ കമ്പയർ ചെയ്യണം. അന്നത്തെ കാലത്ത് പറയാൻ പറ്റുന്ന വാചകം പറഞ്ഞ് ആ കാലഘട്ടത്തിന് അനുയോജ്യമായ വാചകം. കാരണം ലോകത്തെല്ലാം നമ്മുടെ നാട്ടിൽ ഈ ഖിലാഫത്ത് മൂവ്മെന്റ് ഉണ്ടായി. എന്താ അതിന്റെ ആവശ്യം എന്തായിരുന്നു?
അതിൻ്റെ ആവശ്യം നമ്മുടെ ഇവിടെ ജീവിക്കുന്ന, നമ്മളോടൊപ്പം ജീവിക്കുന്ന അവരുടെ ഒരാവശ്യത്തോട്, ഇന്ത്യയുടെ ആവശ്യമായിരുന്നില്ല ഇന്ത്യയുടെ ഇന്ത്യ ജീവിക്കുന്ന ജനങ്ങളുടെ ആവശ്യമായിരുന്നു. അന്ന് ഇന്ത്യ അങ്ങനത്തെ ഇന്ത്യ ഇല്ല. ഞാൻ ഏത് രാജാവിനെ പൂജിക്കേണ്ടത്? തിരുവിതാംകൂർ രാജാവിനെ പൂജിക്കണോ, കൊച്ചി രാജാവിനെ പൂജിക്കണോ? അത് നമ്മളത് വിശാലമായി ചിന്തിക്കാൻ പഠിക്കണം. അതിന് അർത്ഥമുണ്ട്. നമ്മുടെ ഈ രാജ്യത്ത് ജീവിച്ച ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇപ്പൊ അമേരിക്ക അവിടെ ന്യൂനപക്ഷക്കാർക്കെല്ലാം ഖിലാഫത്ത് മൂവ്മെന്റ്, ഖിലാഫത്ത് ആർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു, അല്ലെങ്കിൽ എന്തായിരുന്നു അതിന്റെ കോസ് എന്തായിരുന്നു? ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ, തുർക്കി ഗവൺമെന്റിന്റെ, കമൽ പാഷയുടെ ഖിലാഫത്ത് അവിടുത്തെ ഖാലിഫ എന്നുള്ള സ്ഥാനത്ത് നിന്നും മാറ്റിയപ്പോൾ ഉണ്ടായ മുസ്ലിം ലോകരാജ്യങ്ങളിലുണ്ടായ പ്രതിഷേധം ഇന്ത്യയിലുണ്ടായി. അതപ്പോ മതപരമായ ഒരു കോസായിരുന്നില്ലേ? അതാരാ സംഘടിപ്പിച്ചേ? അല്ല, മതപരമായ കോസായിരുന്നു. മതപരമായി സംഘടിപ്പിച്ച അന്ന് ഞാൻ സവർക്കറിന്റെ ഒരു കാര്യം പറഞ്ഞില്ലേ, അന്ന് മതപരമായി സംഘടിപ്പിച്ചെങ്കിൽ മാത്രമേ, അതിൽ സംഘടിപ്പിക്കാൻ പറ്റുന്ന ഹിന്ദുക്കളെ കൂടെ സംഘടിപ്പിച്ചെങ്കിൽ മാത്രമേ സ്വാതന്ത്ര്യ സമരത്തിന് പറ്റിയൊരു ഫോഴ്സ് ആവുകയുള്ളൂ എന്ന് അയാൾ ആര് വിശ്വസിച്ചു? സവർക്കർ വിശ്വസിച്ചു. അങ്ങേരുടെ വിശ്വാസം ശരിയാണെന്ന് തെറ്റാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ കാലഘട്ടം നമുക്കറിയത്തില്ല, നമ്മൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചവരല്ല. പക്ഷെ അന്നത് പറഞ്ഞു. അന്ന് സവർക്കർ നിലപാടെടുക്കുന്നതിൻ്റെ കാരണം അന്ന് ലോകരാഷ്ട്രങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നതും ഒരു ഏതെങ്കിലും മതത്തെ ചുറ്റിപ്പറ്റിയാണ്. എല്ലാ രാജ്യങ്ങളും, ഇന്ത്യ മാത്രമേ ഒരു എക്സെപ്ഷനായിട്ട് മാറി നിന്നുള്ളൂ. ഇന്ത്യയെ മാറി നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം, ഇന്ത്യ അത്ര മഹത്തായ ഒരു സംസ്കൃതിയായിട്ട് നിലനിർത്തിയതിൻ്റെ കാരണം, നമ്മളിവിടെ ലോക സമസ്ത സുഖിനോ എന്ന് പറയുന്ന പോലെ, സത്യമേവ ജയതേ എന്ന് പറയുന്ന പോലെ നമ്മൾ ഉയർത്തിപ്പിടിച്ച കുറേ മൂല്യങ്ങളുണ്ട്. അത് ഹൈന്ദവ മൂല്യങ്ങളാണ്. ആ മൂല്യങ്ങളുടെ ശക്തിയാണ് നൂറ്റാണ്ടുകളായിട്ട്, ആയിരക്കണക്കിന് വർഷമായിട്ട് ഈ സംഭവം ഇവിടെ നിൽക്കുന്നത്. അതായത് സാറിപ്പോ ഖിലാഫത്ത് മൂവ്മെന്റ് മതപരമായ കോസിനായിട്ടുള്ള സംഘടന ആയിരുന്നു. ആ ഖിലാഫത്ത് മൂവ്മെന്റ് മതപരമായ കോസാണെങ്കിലും അതിന് എല്ലാ രാജ്യങ്ങളിലും ഒത്തിരി സപ്പോർട്ടേഴ്സ് കിട്ടിയതിന്. തുർക്കിയിലേക്ക് അവിടെ കാലിഫയെ മാറ്റി. തുർക്കിയിലെ കാലിഫ എന്ന് പറഞ്ഞാൽ ലോക മുസ്ലിമിൻ്റെ തലവനായിരുന്നു. ഇപ്പോഴും ഇസ്രായേൽ സിറിയ ശ്രമിക്കുന്നതിന്, ISI ശ്രമിക്കുന്നതിന് ഒരു ഖിലാഫറ്റായിട്ട് ലോക മുസ്ലിങ്ങളുടെ മുഴുവൻ നേതാവാകാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോഴും ആ സങ്കുചിതമായ കാഴ്ചപ്പാടിൽ നിന്ന് ആരും മോചനം നേടിയിട്ടില്ല. ഇസ്ലാം മോചനം നേടിയിട്ടില്ല. ക്രിസ്തുമതം ഒത്തിരി നേടി. ഇപ്പോൾ എല്ലാവരും ഓരോരുത്തരും സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ തുടങ്ങിയവർ. അവർ ഒത്തിരി മോഡിഫിക്കേഷൻ വിധേയമായ ഒരു മതമാണ് ക്രിസ്തുമതം. കാലത്തിനനുസരിച്ച് അവർ മോഡിഫിക്കേഷൻ വരുത്തി. ഇസ്ലാമിൽ ഒരു വിഭാഗം ഇപ്പോഴും ആ മോഡിഫിക്കേഷൻ തയ്യാറായിട്ടില്ല. ഹിന്ദുക്കൾ മോഡിഫിക്കേഷൻ വരുത്തി, ഒത്തിരി മോഡിഫിക്കേഷൻ വരുത്തി. ഇപ്പൊ താങ്കൾ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ ഈ സംഘപരിവാർ യഥാർത്ഥത്തിൽ മിമിക് ചെയ്യുന്നത് സെമിറ്റിക് മതത്തെയാണോ? സംഘപരിവാർ മിമിക് ചെയ്യുന്നത് സെമിറ്റിക് മതത്തെയാണോ? അതായത് സെമിറ്റിക് പോലെ ആയിത്തീരുക. അതിന്റെ സംഘടനാ ചട്ടക്കൂട് സെമിറ്റിക് ആകുമ്പോൾ പോലും വിശാലമായ അർത്ഥം ലോകാസമസ്ത സുഖിനോഭവം പോലെ സത്യമേവ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു പബ്ലിക് ഇന്റലക്ച്വലും ഒക്കെ ആയിട്ടുള്ള ഒരാള് ഈ നമ്മുടെ എന്താണ് 91 ബാബറി മസ്ജിദ് തകർക്കലുമായി ബന്ധപ്പെട്ടിട്ട് അന്നത്തെ അദ്ദേഹത്തിന്റെ അനുഭവം, നാട്ടിൽ കണ്ട കാഴ്ചകളെ കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയുകയുണ്ടായി. അതിലെ ഏതാനും ചില വരികളൊന്ന് വായിക്കാം. ഇന്നുള്ള വ്യക്തത അന്നില്ലായിരുന്നെങ്കിലും 80കളുടെ അവസാനം രൂപം കൊണ്ട ഹിന്ദു ഉന്മത്തതയ്ക്ക് അന്താരാഷ്ട്ര മതമനസ്സിന്റെ പരിണാമങ്ങളുമായി ബന്ധമുണ്ടെന്ന് അന്നേ തോന്നിയിരുന്നു. അന്താരാഷ്ട്ര മതമനസ്സിന്റെ പരിണാമങ്ങളുമായി ബന്ധമുണ്ടെന്ന് അന്നേ തോന്നിയിരുന്നു. പാർലമെന്റിലും പുറത്ത് നാട്ടിലെങ്ങും പ്രകോപനപരമായ വെല്ലുവിളികളും രഥയാത്രയും രാമശിലാ സംഭരണവും ഒക്കെയായി സംഘർഷഭരിതമായിരുന്നു. സംഘപരിവാർ വാസ്തവത്തിൽ അവരെതിർക്കുന്ന സെമിറ്റിക് രീതികളെ തന്നെയാണ് മിമിക് ചെയ്തത്. സംഘപരിവാർ എന്തിനാണ് യഥാർത്ഥത്തിൽ സംഘപരിവാർ യഥാർത്ഥത്തിൽ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് യഥാർത്ഥത്തിൽ മിമിക് ചെയ്യുന്നത്? അതിന്റെ ആവശ്യം എന്താണ്? അതിന്റെ ആവശ്യം സംഘപരിവാറിന് ഇല്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞതിൽ ഒരു വസ്തുതാപരമായ തെറ്റെന്ന് പറഞ്ഞാൽ, ലോകത്തുണ്ടായിരിക്കുന്ന മതസംഘടനകൾ മതപരമായി ഉണ്ടായിരിക്കുന്ന യോജിപ്പുകളും ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് എൻ്റെ ലോക മതമനസ്സിൻ്റെ സ്വാധീനം ഇന്ത്യയിലും ഉണ്ടായി. പക്ഷെ ലോക മതമനസ്സെന്ന് പറയാൻ പറ്റില്ല. ലോകത്തെ വിവിധ മതങ്ങളുടെ മനസ്സാണ്, ഒരു മതത്തിൻ്റെ അല്ല. എല്ലാ മതങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ തന്നെ ഇവിടെ ഉണ്ടായി. പക്ഷെ നമ്മളത് കൈകാര്യം ചെയ്യുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹിന്ദുമതത്തിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്, ഞാൻ ഹിന്ദുവാണ്, പരസ്യമായിട്ട് പറഞ്ഞ ഹിന്ദുവാണ്, ഹിന്ദുമതത്തിൻ്റെ താല്പര്യങ്ങൾ എനിക്കുണ്ട്. പക്ഷേ അതിനെ എതിർത്ത് തോൽപ്പിക്കുന്നൊരു വരാൻ പോകുന്നൊരു ശക്തി എനിക്ക് കാണാൻ പറ്റുന്നില്ല. അത് ശരി. അതായത് എതിർത്ത് തോൽപ്പിക്കുന്ന ശക്തി എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഇന്ന് വരെ ഹിന്ദുമതത്തെ നിലനിർത്തിയ വടിയും ചട്ടം ഒരു രാജാവ് യുദ്ധം ചെയ്തിട്ട് പറയാമോ? ഹിന്ദുമതത്തിൻ്റെ പുനഃസ്ഥാപനത്തിന് ഏതെങ്കിലും ഒരു രാജാവ് ഈ കഴിഞ്ഞ ആയിരക്കണക്കിന് വർഷങ്ങളിടയ്ക്ക് യുദ്ധം ചെയ്ത് പറയാം. അശോകൻ്റെ കാര്യം പറയുമ്പോഴും മൗര്യൻ്റെ കാര്യം പറയുമ്പോഴും ചോളൻ്റെ കാര്യം പറയുമ്പോൾ ഹിന്ദുമതത്തിന് വേണ്ടി വാളെടുക്കേണ്ട ഒരു രാജാവിനും വന്നിട്ടില്ല.
എന്തുകൊണ്ടത്? വാളിനേക്കാൾ ശക്തമായ ആയുധം ഇപ്പോഴുണ്ട്. എന്താണത്? സത്യത്തിൻ്റെ ആയുധം, ധർമ്മത്തിൻ്റെ ആയുധം. മറ്റേതങ്ങനെയല്ല, കച്ചവടത്തിൻ്റെ ആയുധം മുഖ്യം, ലാഭം കിട്ടുന്നതിൻ്റെ മുഖ്യം. എവിടെ കുരുമുളക് കിട്ടും, എവിടെ സ്വർണം കിട്ടും, ഇത് അന്വേഷിച്ച് നടക്കുക. സത്യത്തിന്റെയും ഈ വാളൊക്കെ ഉണ്ടായിട്ടെ കുറെ കാലം ബ്രിട്ടീഷുകാർ വന്നിട്ട് എന്താണ് അടിച്ചോണ്ട് പോയി. അത് ലോകത്ത് ഇതെല്ലാം ഉള്ളപ്പോൾ ഇത് ക്രിസ്തുമതത്തിൻ്റെ എത്രയോ രാജ്യങ്ങൾ അടിമയായിട്ടുണ്ട്. എത്ര രാജ്യങ്ങൾ മുസ്ലിം ഒട്ടോമൻ സാമ്രാജ്യം എന്തായിരുന്നു? എത്ര ക്രൈസ്തവ രാജ്യങ്ങളെ കീഴടക്കി. ഒട്ടോമൻ സാമ്രാജ്യം മുസ്ലിം അതിന്ന് എവിടെയുണ്ട് അറിയാമോ? ഇന്ത്യക്കാളൊക്കെ ഭാരതത്തെക്കാളൊക്കെ വലിയ സാമ്രാജ്യമായിരുന്നു ഒട്ടോമൻ സാമ്രാജ്യം. അതെങ്ങനെ ഇല്ലാതായി? മുസ്ലിങ്ങളുടെ അത്താണിയായിരുന്നു. ഇന്ന് പല കഷ്ണങ്ങളായി, മിഡിൽ ഈസ്റ്റിൽ എത്ര ചെറിയ രാജ്യങ്ങളായി. അപ്പം അങ്ങനെ ഒരു മതത്തിൻ്റെ ക്വാളിറ്റി ആയിട്ട് യൂണിഫിക്കേഷൻ നമ്മൾ പറയാൻ പാടില്ല. അത് ഞാൻ എതിർപ്പുണ്ട്. പക്ഷേ മതം യൂണിഫിക്കേഷൻ ആവശ്യമാണ്. ഈ രാജ്യത്തെ ജനങ്ങളെ ഒരുമിച്ച് നിർത്തുന്ന സാംസ്കാരിക പൈതൃകം എന്ന് പറയും. വി ആർ ഗെറ്റിംഗ് ഇറ്റ് ത്രൂ റിലീജിയസ് പ്രീച്ചിങ്സ്. സാംസ്കാരിക പൈതൃകം, അത് അതിൻ്റെ മെച്ചം നമുക്ക് കിട്ടണം. ഇപ്പോൾ സവർക്കറിനെ നമ്മൾ വീണ്ടും പറയുന്ന അതിനെക്കുറിച്ച് തന്നെ ഈ അന്താരാഷ്ട്ര മതമനസ്സിലേക്ക് വരാം. അന്താരാഷ്ട്ര മതമനസ്സ് യഥാർത്ഥത്തിൽ ഈ ഹിന്ദുത്വ ശക്തികൾക്ക് വലിയ ഒരു വളമാകുന്നുണ്ടല്ലേ? അന്താരാഷ്ട്ര മതമനസ്സിനെ പൗരോഹിത്യം അത് ഏതിൻ്റെ ആണെങ്കിലും നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ ഉറപ്പായിട്ടും അത് തെറ്റായ രീതിയിലേക്ക് പോകും. മറ്റുള്ളവനെ ചൂഷണം ചെയ്യുന്ന രീതിയിലേക്ക് പോകും. അല്ല, എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര മതമനസ്സ് ഹിന്ദുത്വത്തെ സ്വാധീനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹിന്ദുത്വത്തിനൊരു വളമായി മാറുന്നുണ്ട്, വളരാൻ, പരിപോഷിക്കാൻ, ആളുകളെ കൂടെ ചേർക്കാൻ ഈ അന്താരാഷ്ട്ര മതമനസ്സ് ഹിന്ദുത്വത്തിന് ഒരു വളമായി തീരുന്നുണ്ട്. ഉറപ്പായിട്ടും അത് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. അന്താരാഷ്ട്ര മതമനസ്സ് ഇപ്പോൾ എല്ലാവരും സംഘടിക്കുന്നു, എന്തുകൊണ്ട് നിങ്ങൾക്ക് കൂടെ സംഘടിച്ചാൽ കൂടാ എന്നൊരു ചോദ്യം. എല്ലാവരും അവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് നേട്ടം ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് സാധാരണ ഹിന്ദുക്കളെ സ്വാധീനിക്കും. നമ്മൾ മാത്രം ഇങ്ങനെ ശിഥിലമായിട്ട് നിൽക്കുന്നു, പറ്റിയില്ല. പക്ഷെ നമ്മൾ നിന്നാൽ 150 കോടിയുള്ളൂ, ബാക്കി ജനം മുഴുവൻ എവിടെയാണ്? അവരെ ഞങ്ങൾ ഹിന്ദുവാക്കാൻ പറ്റുമോ? പറ്റണം, നോക്കണോ എന്നാണ് പറയുന്നത്. ഇവിടെ ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായി മാറിയിട്ടുണ്ട് ഇന്ത്യ. 150 കോടി ജനങ്ങളുണ്ട്. ഈ 150 കോടി മതിയോ? ബാക്കി ജനങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? പിന്നെ അതേപോലെ തന്നെ ചൈനയിൽ 150 കോടിയുണ്ട്. 300 കോടി ജനങ്ങൾ മാറ്റി ബാക്കി മതമനസ്സിൻ്റെ കീഴിലുള്ള എത്രയാണ് ഉള്ളത്? ചൈനയിലും ഇതില്ല, ഇന്ത്യയിലും ഇല്ല, ജപ്പാൻ ആ കൂട്ടത്തിലില്ല, അമേരിക്ക ആ കൂട്ടത്തിൽ ഇപ്പോഴും ഇല്ല. ഉള്ളത് ഇപ്പം ക്രൈസ്തവ മതത്തിന് വേണ്ടി മതപരമായി അങ്ങനെ പോരാടാൻ വരുന്ന ആരുമില്ല. ഈ ഇറാനിലും അവിടെ ചില ഭ്രാന്ത് പിടിച്ചവർ കുറേ വർഗം മാത്രമേ ഉള്ളൂ. അതിവിടെ എൻ്റെ ചെറിയ ചെറിയ പെർസെപ്റ്റേഷൻ ഉണ്ട്, ഇന്ത്യയിലും ഉണ്ട്. അവർക്ക് എന്ത് വന്നാലും അവർക്കൊരു പരിധി വിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുക. മദനി എന്ന് പറഞ്ഞ ആളെ ഫ്രെയിമുണ്ട്. യെസ്, ഉദാഹരണം ഇപ്പോൾ ഉദാഹരണം പറയാം. മദനി എന്ന് പറഞ്ഞ ആളെ കേട്ടിട്ടുണ്ടോ? പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വാധീനം എവിടെ ഉണ്ട്? അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? എന്ത് ചെയ്യാൻ പറ്റി? ഏറ്റവും വയലൻ്റായിട്ട് അല്ലെ ഏറ്റവും ഇസ്ലാം ഒത്തിരി വിശ്വാസികളെ കളിപ്പിക്കാനും പറ്റിക്കാനും പറ്റി. ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് കാര്യങ്ങൾ പറയാം. ഞാനൊരു ലേഖനം എഴുതി ഒരു മാസികയിൽ. അതിൻ്റെ അകത്ത് ആത്മഹത്യാ പ്രവണതയ്ക്ക് നോബൽ സമ്മാനം കൊടുക്കുന്ന ഒരു സമൂഹം ഉണ്ടെങ്കിൽ അത് ആർക്കായിരിക്കും അറിയോ? ഇസ്ലാമിനായിരിക്കും. എങ്ങനെ? ഇസ്ലാമിനായിരിക്കും. മുമ്പെന്താ പറഞ്ഞ? ആത്മഹത്യാ പ്രവണതയ്ക്ക് പോയി വെറുതെ ചാകാൻ ഉള്ള പ്രവണതയ്ക്ക് എങ്ങനെയെങ്കിലും മരിക്കണം, അത് സ്വർഗത്തിൽ പോകാനുള്ള മാർഗ്ഗമായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നവരാ. അപ്പോൾ അതിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞതെന്നു പറഞ്ഞാൽ, ഈ കഴിഞ്ഞ 25 വർഷത്തിനുള്ളിൽ മിനിമം പ്രധാനപ്പെട്ട യുദ്ധങ്ങളും കൊലപാതകങ്ങളും ആനിഹിലേഷനും നടന്നിരിക്കുന്ന മുഴുവൻ ഏത് മേഖലയിലാണ്? മുസ്ലിം രാജ്യങ്ങളാണ്. അമേരിക്ക പോയി ബോംബിട്ടാലും റഷ്യ പോയി ബോംബിട്ടാലും ആരും ബോംബിടാനില്ല. അവർ തമ്മിലാണെങ്കിൽ പോലും പാകിസ്ഥാനും പോലും എങ്ങനെയെങ്കിലും ഇവർക്ക് പരസ്പരം കൊന്നു. ജൂലൈ 7-ാം തീയതി 2026 ഉച്ചയ്ക്ക് 2:30 കൂടിയിട്ട് കേരള പോലീസ് മുട്ടം പോലീസ് സ്റ്റേഷൻ ഒരാൾക്കെതിരെ കേസെടുത്തു. മുഹമ്മദ് സനൂഫ് അബ്ദുൾ സലീം, 26 വയസ്സ്. എന്തിനാ കേസെടുത്തതെന്ന് അറിയോ? കേസെടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടിട്ട് അതില് ആരതി ഇവിടെ കൊല്ലപ്പെട്ട രാമേന്ദ്രൻ മകളായിട്ടുള്ള ആരതിയുടെ ഒരു ഫേസ്ബുക്ക് വീഡിയോ അല്ലെങ്കിൽ പോസ്റ്റോ അതിന്റെ താഴത്ത് വന്നിട്ട് ഒരു കമന്റ് എഴുതി. ആ കമന്റ് ഇങ്ങനെയായിരുന്നു: ഇങ്ങനെയാണോ എൻ്റെ സഹോദരങ്ങൾ ഈ കാഫിറിനെ കൊന്നു കളഞ്ഞത്? നന്നായി. ഇന്നല്ലെങ്കിൽ നാളെ കശ്മീർ ഞങ്ങൾ പിടിച്ചെടുക്കും. ഇന്ത്യയിൽ നിന്നും കശ്മീരിനെ വേർപെടുത്തും. മറ്റ് ലോകരാജ്യങ്ങൾ ഇന്ത്യയെ കാർക്കിച്ചു തുപ്പും. കശ്മീർ അപകടത്തിലാണെന്ന് ലോകം തിരിച്ചറിയും. എൻ്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇന്ത്യൻ മുസ്ലിമിനെ സംരക്ഷിച്ച് ബാക്കി മനുഷ്യരെ കൂട്ടമായി നശിപ്പിച്ചിരിക്കും.
ഇങ്ങനെയൊക്കെ പോകുന്നു, ഇങ്ങനെ ഞെട്ടിപ്പിക്കുന്ന ഈ ഒരു എന്താണ് കമന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അല്ല, ഞാൻ പറഞ്ഞു കേട്ടെ, ഞെട്ടിപ്പിക്കുന്ന കമന്റ് ഇങ്ങനെ പോകുന്നു. ഇപ്പോൾ അയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇപ്പം തീഹാർ ജയിലിലായിട്ടാണെന്ന് കിടക്കുന്നത്, കുറേ കാലം കഴിയും ഇനി പുറത്തിറങ്ങാനായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളെ യഥാർത്ഥത്തിൽ ആരാണ് ബ്രെയിൻ വാഷ് ചെയ്യുന്നത്? ഈ ഒരു കാഴ്ചപ്പാട്, ഇപ്പം ഈ എഴുതിയിരിക്കുന്ന ഈ ഒരു കാഴ്ചപ്പാട്, താങ്കൾ നേരത്തെ പറഞ്ഞ പോലുള്ള സത്യം, വിശാലത, വാള് വേണ്ട, ധാർമ്മികത എന്നൊക്കെ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുമായിട്ട് ചെറിയ ന്യൂനപക്ഷമേ ഉള്ളൂ. ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും വിശാല കാഴ്ചപ്പാടിൽ എല്ലാ സമുദായവുമായിട്ട് ചേർന്ന് നിന്ന് സഹവർത്തിത്തോടുകൂടി കഴിയുന്നവരാണ്. ചെറു ന്യൂനപക്ഷമേ ഇത്തരത്തിലുള്ളൂ. ഈ ചെറു ന്യൂനപക്ഷം വലിയതായാൽ അപകടമാണ്. അങ്ങനെ അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഞാൻ പറയാം. അല്ല, ഇപ്പോൾ താങ്കൾ പറഞ്ഞതിന് അനുകൂലമായിട്ട് തന്നെ ഡെവലപ്മെൻറ്റ് ഞാൻ പറയാം. ചെറു ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഒരു വികാരമുണ്ട്. ഉദാഹരണം ഒരു വികാരമുണ്ട്. ആ തൽക്കാലം തല പൊക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് എല്ലാ വികാരം ഉള്ളിൽ സൂക്ഷിക്കുകയാണ്. തല പൊക്കാൻ അവസരം കിട്ടുമ്പോൾ ഈ വികാരം എല്ലാം കൂടെ ഒന്നാവും. ഓ, അത് ശരി. പോയിന്റ് ക്ലിയർ ആയോ? ഇപ്പോൾ ഞാൻ തിരിച്ചു പറയാം, അങ്ങോട്ട് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, പ്രായോഗികമായ ഉദാഹരണം പറയുമ്പോൾ ഇവിടുത്തെ നായന്മാർ കമ്മ്യൂണിറ്റി ഉള്ളിൻ്റെ ഉള്ളിൽ BJP താലോലിക്കുന്നവരാണ്, അല്ലെ ഹൈന്ദവതയെ താലോലിക്കുന്നവരാണ്. ഇവർ പക്ഷേ പലരും കോൺഗ്രസിനും CPM-ലും ഒക്കെ നിൽക്കുന്നത്. അതിൻ്റെ കാരണം ഒന്ന്, കേരളത്തിൽ BJPക്ക് ജയിക്കാൻ ചാൻസ് ഇല്ല എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ്, ഒന്നാമത്തെ കാര്യം. രണ്ട്, BJPക്ക് ജയിക്കാൻ കൂടുതലായി ചാൻസ് ഉണ്ട്, 25%-30% ചാൻസ് ഉണ്ട് എന്നും മനസ്സിലാക്കി ഒരു 8-10-15 ജയിച്ചിരുന്നെങ്കിൽ അടുത്ത ഇലക്ഷൻ ആകുമ്പോഴത്തേക്കും ഇവർ ഉറപ്പായിട്ടും ആരുടെ കൂടെ കൂടും? കോൺഗ്രസിൻ്റെ കൂടെയും CPM-ൻ്റെ കൂടെ നിൽക്കുന്ന ഹിന്ദുക്കൾ BJPയിലേക്ക് വരും. ആര് ഈ കാഫിറുകൾ? കാഫിർ ഞങ്ങളുടെ ഏകദൈവ വിശ്വാസികൾ, പല ബഹുദൈവ വിശ്വാസികളെല്ലാം കാഫിറായിട്ട് പറയാം. അള്ളാഹുവിനെ വിശ്വാസി അല്ലാത്തവർ, അവിശ്വാസി, നിരീശ്വരവാദി, അള്ളാഹുവിനെ അംഗീകരിക്കാത്തവരും കാഫിറുകളാണ്. അവരെ മാത്രമല്ല, കാഫിറായിട്ട് ചിത്രീകരിച്ചോട്ടെ, നമ്മളെ എതിർക്കുന്നവരെ എങ്ങനെ വേണേൽ വിളിച്ചോട്ടെ, പക്ഷേ കാഫിറിനെ ഉന്മൂലനം ചെയ്യുന്നവന് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ എതിർക്കും. കാഫിറാവുക ഹിന്ദു മതത്തെ എങ്ങനെ വേണേൽ അവർക്ക് വിമർശിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ ഒരു 10 ഹിന്ദുക്കളെ കൊന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നും കശ്മീരിനെ വേർപെടുത്തും, മറ്റ് ലോകരാജ്യങ്ങൾ ഇന്ത്യയെ കാർക്കിച്ചു തുപ്പും, എന്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇന്ത്യൻ മുസ്ലിങ്ങളെ സംരക്ഷിച്ച് ബാക്കി മനുഷ്യരെ കൂട്ടം ഇങ്ങനെയാണ് പറയുന്നത്. ഞാൻ അത് പറയുന്നത്, അപ്പൊ അങ്ങനെ ഒരാള് വരിക ചെയ്യുന്നത്, അപ്പം സ്വാഭാവികമായിട്ട് എന്താണ് സനൂഫ്, അങ്ങനെ ഒരാൾ വരിക ചെയ്യുന്നത്, അപ്പൊ സ്വാഭാവികമായിട്ടും സാറേ അല്ല, ജീവൻ രക്ഷിക്കാനേ വാളെടുക്കില്ലേ, വാളോ തോക്കോ അല്ലെങ്കിൽ വേറെ വല്ല സാധനങ്ങളും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഞാനിപ്പം ചെയ്യേണ്ടത്, അങ്ങനെ ഒരാൾ വരട്ടെ. അല്ല, ഞാൻ പറയുന്നത് സാറിപ്പോ ഇതിന്റെ വിശദീകരണം എല്ലാം പറഞ്ഞു കഴിഞ്ഞു, കുറെ അത് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരാൾ വരുമ്പോ ശരിക്കും അങ്ങനെ ഒരാൾ വരുമ്പോ എന്താണ് നമ്മൾ എന്നാ ശരി വന്നോട്ടെ, ഞാൻ വിശാല മനസ്കനാണ്, സത്യസന്ധനാണ് കേട്ടോ, അതുകൊണ്ട് അങ്ങനെ വന്നോട്ടെ, എന്താ വെച്ചാൽ ചെയ്യട്ടെ, ഇങ്ങനെയാണോ പറയേണ്ടത്? അല്ല, പറയേണ്ടത് അല്ല. അതിന് മറുപടി ഞാൻ ഇത് കേക്ക്, അതായത് തിരിച്ചടിക്കണം എന്നല്ലേ സാർ? ഞാൻ തിരിച്ചടിക്കണം എന്നല്ല പറഞ്ഞത്. അല്ല, ജീവൻ സംരക്ഷിക്കാൻ നമ്മളെ ആത്മരക്ഷയ്ക്ക് ഇന്ത്യൻ ഭരണഘടന വകുപ്പുണ്ട്. അതെ, ഓക്കെ, അതിനെപ്പറ്റി ഞാൻ അതിനുള്ള മറുപടി പറയാം. ലോകത്തിലെ ഏറ്റവും മണ്ടനായ മനുഷ്യനുണ്ടെങ്കിൽ, വിഡ്ഢിയായ മനുഷ്യനുണ്ടെങ്കിൽ ഇദ്ദേഹം. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവനും തലയ്ക്കകത്ത് ഈ പിണ്ണാക്കാവുള്ളതെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അവനെ അറസ്റ്റ് ചെയ്യാൻ പോയ പോലീസുകാരെ നമുക്ക് സഹതപിക്കണം, കാരണം ഇവനെ കൊണ്ടൊന്നും പറ്റില്ല. കാശ്മീർ ഇപ്പം ഇന്ന് കാശ്മീരിൽ എത്ര പേര് മരിച്ചിട്ടുണ്ട്? മറ്റേ പാകിസ്ഥാനൊക്കെ പോയിട്ട് കാശ്മീരിൽ എത്ര പേര് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ മരിച്ചു? ഹിന്ദുക്കൾ ഒന്നുമല്ലല്ലോ, ഇമാർ തന്നെ വെട്ടിക്കൊല്ലുന്ന എത്ര പേര് മരിച്ചു? 50-60 പേരെ മരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് 138 കണക്ക് വരുന്നത്. എങ്ങനെ മരിച്ചതിൻ്റെ കാര്യം എന്നാ? ഹിന്ദുക്കൾ വെട്ടിക്കൊന്നാണോ? ജമ്മു കാശ്മീർ പാകിസ്ഥാനൊക്കെ പോയി POK പോയി നമ്മളവിടെ പോയി പട്ടാളത്തെ ഇറക്കി യുദ്ധം ചെയ്ത് കൊന്നാണോ? അല്ല, ഇവന്മാർ തന്നെ വെട്ടിച്ചാകുക. എന്നിട്ട് ഇവനാ പറയുന്നത് ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ പോവാന്ന്. അവിടുന്ന് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നു തീർത്തിട്ട് എത്ര പേര് മിച്ചം കാണും വരെ ആലോചിച്ച് നോക്ക്. പിന്നെ രണ്ടാമത് ഇവിടെ വന്നിട്ട് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടായിരുന്നോ? നേരത്തെ ഉണ്ടായിരുന്നോ? ഇല്ല. എങ്ങനെ അത് എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കേണ്ടവരല്ലേ? അതെ. ഇപ്പോൾ എത്രയുണ്ട്? ബംഗ്ലാദേശ് എങ്ങനെയായി? ഇവൻ യോജിപ്പിച്ച് ഇപ്പം വലിയ മറ്റെല്ലായിടത്തും ചെന്ന് ഇസ്ലാം ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ബംഗ്ലാദേശിനെ കൂടെ നടത്താൻ പറ്റണ്ടായിരുന്നോ? ഇത് പറ്റാത്ത. ഇപ്പം ബലൂച്ചികൾ
ബലൂച്ചുകൾ ഇപ്പം വലിയ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനും ഇന്ത്യയും പോലെ തന്നെ മൂന്നാമത്തെ രാജ്യം ബലൂചിസ്ഥാൻ. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഇന്ത്യ മാത്രമായിരുന്നു. അത് ഞങ്ങളെല്ലാം ഇസ്ലാം കാഫിറുകളെല്ലാം കൊന്നെല്ലാം ആക്കുമെന്ന് പറഞ്ഞ് പാകിസ്ഥാൻ ഉണ്ടായി. അവിടുന്ന് ബംഗ്ലാദേശ് ഉണ്ടായി. ഇപ്പോൾ ബലൂചിസ്ഥാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. നമുക്ക് നിർത്തുമ്പോൾ ഇങ്ങനെ പറയാം, സാർ ഇതിൽ പറഞ്ഞു കഴിഞ്ഞു. അതായത് അന്താരാഷ്ട്ര മതമനസ്സാണ് ഹിന്ദുത്വത്തെ യഥാർത്ഥത്തിൽ വളർത്തുന്നതെന്ന് സാറ് ഇതിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. അന്താരാഷ്ട്ര മതമനസ്സ് ഹിന്ദുത്വത്തെ പരിപോഷിപ്പിക്കുന്നു, വളർത്തുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ യഥാർത്ഥത്തിൽ ഹിന്ദുയിസത്തെയും അല്ലെങ്കിൽ ഈ ഹിന്ദു എന്ന് പറയുന്ന ടേമിനെയും ഹിന്ദുത്വ എന്ന് പറയുന്ന ടേമിനെയും ഒന്നായിട്ടാണ് കാണുന്നത്. അത് തമ്മിൽ യാതൊരു വ്യത്യാസവും. രണ്ടും ഒന്നാണ്. ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ, ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഈ ഹിന്ദുത്വത്തിൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ രാത്രി നല്ല മുന്തിയ ഇനം ബ്രീഡുകൾ പട്ടികളുണ്ടല്ലോ, കാവലുണ്ട്. മുന്തിയ ഇനം ബ്രീഡുകളായിട്ടുള്ള പട്ടികൾ ഈ ഹിന്ദുത്വത്തിൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ കാവലുണ്ട്. മറ്റേ ആളുടെ വീട്ടിൻ്റെ മുമ്പിൽ ആ കാവലില്ല. ഈ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. ഇവർക്ക് തമ്മിൽ വേറെ ഒരു വ്യത്യാസമില്ല, ഒന്നാണ്. അപ്പോൾ കാവല് വേണോ കാവല് വേണ്ടയോ എന്നുള്ളത് ഓരോരുത്തർ എടുക്കുന്ന തീരുമാനമാണ്. നമ്മൾ പരമേശ്വരൻ്റെ താങ്കൾ കൂട്ടി ചെയ്ത് നല്ല വാചകമാണ്. അന്താരാഷ്ട്ര മതമനസ്സെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കൂടെ ഒന്നുകൂടെ ചേർക്കും. അന്താരാഷ്ട്ര മതമനസ്സല്ല ഇവിടെ ഡെവലപ്പ് ചെയ്യേണ്ടത്, അന്താരാഷ്ട്ര മതമനസാക്ഷിയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. മനസാക്ഷിയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, ഈ സംഘർഷങ്ങൾ ഉണ്ടാകില്ല. അതെ, അന്താരാഷ്ട്ര മതമല്ല ഡെവലപ്പ് ചെയ്യേണ്ടത്, അന്താരാഷ്ട്ര മനസാക്ഷിയാണ്. മതമല്ല പ്രശ്നം. യഥാർത്ഥത്തിൽ മതമനസാക്ഷിയാണ് പ്രശ്നം. മതമനസാക്ഷിയാണ് പ്രശ്നം.